നമസ്കാരം, ഞാൻ ആൽഫ്രഡ് ജോസ്. ഒരു ഓഹരിയുടെ മൂവ്മെൻറ്റ് നമുക്ക് പല വിധത്തിൽ രേഖപ്പെടുത്താം. പ്രധാനമായിട്ടും എല്ലാവരും ഉപയോഗിക്കുന്നത് ക്യാൻഡിൽ സ്റ്റിക്കായിട്ടോ അല്ലെങ്കിൽ ലൈനായിട്ടോ ആണ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ എന്താണ് ക്യാൻഡിൽ സ്റ്റിക്ക്, അതെങ്ങനെയാണ് വരയ്ക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഒരു ഡെയിലി ചാർട്ടാണ്. അതായത് ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി മൂവ്മെൻ്റാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം ക്യാൻഡിൽ സ്റ്റിക്ക് വരയ്ക്കാൻ നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് ഒരു ഡെയിലി ചാർട്ട് ആയതുകൊണ്ട് ആ ദിവസത്തെ ആ സ്റ്റോക്കിൻ്റെ ഓപ്പണിംഗ് പ്രൈസ്, ഹൈ പ്രൈസ്, ലോ പ്രൈസ് ആൻഡ് ക്ലോസിംഗ് പ്രൈസ്, ഇത്രയാണ് വേണ്ടത്. ഒരു സ്റ്റോക്ക് ഒരു ദിവസം അതിൻ്റെ ഓപ്പണിംഗ് പ്രൈസിനേക്കാളും താഴ്ന്നാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ അത് റെഡ് ക്യാൻഡിലായിട്ടായിരിക്കും കാണിക്കുന്നത്. അതായത് അന്ന് ഡൗൺ സൈഡ് മൂവ്മെൻ്റ് ആയിരിക്കും. അതല്ല ഇനി നേരെ തിരിച്ച് ഓപ്പണിംഗ് പ്രൈസിനേക്കാളും കൂടിയിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്, അതായത് അപ്പ് സൈഡ് മൂവ്മെൻ്റ് ആണെങ്കിൽ അത് ഗ്രീൻ കളറിലാണ് കാണിക്കുന്നത്. ഇവിടെ കാണുന്നതിൽ ഏറ്റവും ഇടതുവശത്തുള്ള ക്യാൻഡിൽ നമുക്ക് നോക്കാം. അതിൽ അന്ന് ക്യാൻഡിൽ അന്നത്തെ ദിവസം സ്റ്റോക്ക് ഓപ്പൺ ചെയ്തത് O എന്ന് കാണിച്ചിരിക്കുന്ന ആ ലെവലാണ്. അതായത് ആ ചതുരത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ ലൈനിലെ ലെവൽ. അത് കഴിഞ്ഞ് ആ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്ന അതിൻ്റെ ഏറ്റവും താഴത്തെ ലെവലാണ്, താഴത്തെ ആ ചതുരത്തിൻ്റെ ഏറ്റവും താഴത്തെ ലെവലിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം ഓപ്പണിംഗ് പ്രൈസും ക്ലോസിംഗ് പ്രൈസും തമ്മിൽ ഇടയ്ക്കുള്ള ഗ്യാപ്പാണ് ചുവന്ന കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഹൈ, ലോ, അത് രണ്ടുമാണ് മുകളിലേക്കും താഴേക്കുള്ള വര കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഏറ്റവും മുകളിലത്തെ ലെവലിൽ ആ മുകളിലത്തെ വരയുടെ ഏറ്റവും മുകളിലത്തെ ലെവൽ, അതാണ് അതിൻ്റെ ഹൈ പ്രൈസ്. അതായത് താഴത്തുള്ള വരയുടെ ഏറ്റവും താഴത്തെ ലെവലാണ് അതിൻ്റെ ലോ പ്രൈസ് ആയിട്ട് കാണിക്കുന്നത്. ഇനി വേറെ ഒരു ക്യാൻഡിൽ നമുക്ക് നോക്കാം. രണ്ടാമത്തെ ഒരു ഗ്രീൻ ക്യാൻഡിൽ. ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം സ്റ്റോക്ക് കുറഞ്ഞ ഒരു ഓപ്പണിംഗ് പ്രൈസിൽ ഓപ്പൺ ചെയ്തിട്ട് കൂടിയൊരു ഹൈ പ്രൈസിൽ അത് ക്ലോസ് ചെയ്തു. അതുകൊണ്ടാണ് അത് ഗ്രീൻ ക്യാൻഡിലായിട്ട് കാണിച്ചിരുന്നത്. അതായത് അന്ന് സ്റ്റോക്ക് കുറഞ്ഞ വിലയ്ക്ക് ഓപ്പൺ ചെയ്തു, പിന്നെ വില കൂടി ഏറ്റവും കൂടുതലായിട്ട് വലിയൊരു വിലയിൽ ക്ലോസ് ചെയ്തു. അതുപോലെ അതിൻ്റെ ഹൈ പ്രൈസ് എന്ന് പറഞ്ഞാൽ കുറച്ച് മുകളിലോട്ടായിട്ടൊരു വര കാണാം. ആ വരയുടെ ഏറ്റവും മുകളിലാണ്. ലോ പ്രൈസ് എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ താഴോട്ടൊരു വരയുണ്ട്. ആ വര, അതായത് അധികം താഴെയൊന്നും പോയില്ല, കുറച്ച് ജസ്റ്റ് ഒന്ന് താഴോട്ടിറങ്ങി, എന്നിട്ട് ഏറ്റവും കയറി ക്ലോസ് ആയി. ഇതിപ്പോൾ നമ്മൾ കണ്ടത് ഡെയിലി ചാർട്ടാണ്. ഇതുപോലെ തന്നെ നമുക്ക് പല വിധത്തിൽ 1 മിനിറ്റിൻ്റെയോ 5 മിനിറ്റിൻ്റെയോ അല്ല ഒരാഴ്ചയുടെയോ ഒരു മണിക്കൂറിൻ്റെയോ അങ്ങനെ വേണേൽ വരയ്ക്കാം. അപ്പോൾ അതിന് എല്ലാം വേണ്ടത് നമുക്ക് ആവശ്യമുള്ളത് ഒരു ഓപ്പണിങ്. ഇപ്പോൾ 1 മിനിറ്റിൻ്റെ ചാർട്ട് വരയ്ക്കുകയാണ്. അതിൻ്റെ ആ മിനിറ്റിലെ സ്റ്റോക്ക് എപ്പോഴാണോ ഏത് ലെവലിലാണോ ഓപ്പൺ ചെയ്തത് അതിൻ്റെ ക്ലോസിംഗ് പ്രൈസ്, പിന്നെ അതിൻ്റെ ആ 1 മിനിറ്റിൽ പോയ ഹൈ പ്രൈസ്, ലോ പ്രൈസ്, ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഇത് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അതിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ വരയ്ക്കാം. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി.